എന്ത് സംശയം? എന്താ സംശയം? പി വി അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതാ വൈകുന്നേരം. ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവുക. അല്ലല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജനങ്ങളെയും കൂട്ടിയിട്ട്. അല്ല, മമതയൊക്കെ വരും നോക്കാതെ. മമതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസാണല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. അല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത് സംഭവിക്കുള്ളൂ. നമുക്ക് കാണാം. ഒരു അമിതമായല്ല, അത് ആത്മവിശ്വാസമാണ്. അത് ആ ജനങ്ങളെ എനിക്കറിയുന്നതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ആത്മവിശ്വാസമാണ്, മനസ്സിലായില്ലേ? ഇപ്പം ആ വയനാട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുക. രണ്ടാമത്തെ വർഷക്കാലം തുടങ്ങി. ഇന്നോ നാളെയോ ഇനിയും ദുരന്തം ഉണ്ടാകാൻ പോവാണ്. ഒരു കൊല്ലമായിട്ട് 776 കോടി ഉറുപ്പിക ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിപക്ഷം അന്ന് ആകെ പറഞ്ഞെന്താ, ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട്, മറ്റേ വകമാറ്റി ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിക്കരുത്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങി 776 കോടി കിട്ടിയെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെൻ്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ. ആകെ 400 വീടുകളാണ്, കുടുംബങ്ങളാണ് പോയത് വരെ കണക്ക് പ്രകാരം. 1.25 കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധിക്കൾക്ക് കൊടുത്തു. നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ എവിടെയെന്ന് പറയാം. ഈ വാടകയ്ക്ക് എത്തുണ്ട്, വാടകയ്ക്ക് മനസ്സിലായില്ലേ? സർക്കാർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല. ഡയാലിസിസ് രോഗികളുണ്ട് 19 എണ്ണം, ഒരാളുമില്ല. ഇതേ സംഭവമാണല്ലോ 2019 കവളപ്പാറ ഉണ്ടായത്. 6 മാസം കൊണ്ട് ആ വിഷയം അവിടെ തീർത്തു കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അന്നും ഈ നക്കാപിച്ച 4 ലക്ഷം പേരക്കും 6 ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്തത്. പക്ഷെ പി വി അൻവർ ചെയ്തെന്താ? ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി, സ്ഥലം കൊടുത്തു. വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി, വീടുണ്ടാക്കി കൊടുത്തു. ഈ 10 ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. എന്നാലും അവർക്ക് ആശ്വാസമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. 1500-2000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ, അതിൽ പലരും മരിച്ചു മരണപ്പെട്ടത്. അതേ രീതിയാണ് വയനാട്ടിലും. അവരെ 450-500 സ്ക്വയർ ഫീറ്റിൽ ഊരാളുകൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടുപോയി തള്ളാനാ പിണറായി വിജയൻ നിൽക്കുന്നത്, മനസ്സിലായോ? ജനങ്ങൾ അനലൈസ് ചെയ്യും. ഒരു മലക്ക് മുകളിൽ വയനാടും താഴെ നിലമ്പൂരുക. അതുകൊണ്ട് അവിടെ ഇടിയുമ്പോൾ മയ്യത്തും ഇങ്ങോട്ട് വരുന്നത്. എന്തേ ഈ നിമിഷം വരെ പരിഹരിക്കാഞ്ഞത്? അപ്പം ഇതൊക്കെ ചർച്ചയാണ്. ജനങ്ങൾക്ക് അറിയാം പി വി അൻവർ എന്താണെന്നുള്ളത്. ആ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പം പി വി അൻവർ ഉണ്ടാവും. ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. 23-ാം തീയതി റിസൾട്ട് വരട്ടെ. 24-ാം തീയതി അതിൻ്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും. മുഖ്യമന്ത്രി രാജിവെക്കുക ചോദിച്ചിട്ട് എന്താ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉത്തരം പറയാത്തത്? ഭരണത്തിൻ്റെ എന്താ പ്രതിഫലനം അനലൈസേഷൻ ആകുമെന്ന് പറയുന്നുണ്ടല്ലോ. അനലൈസേഷൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരല്ലേ ഇവിടെ ഈ പോരാട്ടം?